ഭാവത്തിലും പല രൂപത്തിലൊക്കെ ഇപ്പൊ കിട്ടുന്ന നമുക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. ഇതാണ് കേട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത സാരി. പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ച് പെട്ടെന്നൊരു ലുക്ക്, ഒരു ഫുൾ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവില്ല. ഓഫീസിലോ അല്ലാത്ത ഫംഗ്ഷനൊക്കെ നമുക്ക് സെയിം ചുറ്റുമുണ്ട് വെച്ച് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഓണത്തിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ 2-3 സാരി സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. ഞാൻ എങ്ങനെയാണ്, ഒരുപാടൊന്നും ഇതായിട്ടല്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് ഓണത്തിന് ഒരുങ്ങുന്നത്. ആ രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. കോളേജിൽ പോകുന്ന കുട്ടികൾക്കും ഓണപരിപാടികൾക്കും നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴൊക്കെ നല്ല സിമ്പിളായിട്ട് എങ്ങനെയാണ് വെയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. ചെറിയൊരു മേക്കപ്പും പിന്നെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഓണത്തിന് വേണ്ടി സാരിയും ബ്ലൗസും ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളെ കാണിച്ചു തന്നേക്കാമെന്ന് ഓർത്തു. അതേ സാരിയൊന്നുമില്ല കേട്ടോ, ഞാൻ ഒരെണ്ണോ വാങ്ങിയുള്ളൂ. ബാക്കി എൻ്റെ പഴയ തിരിപ്പുണ്ടായിരുന്നു, ഞാൻ ഒരെണ്ണം വാങ്ങിയുള്ളൂ സാരി. ഞാൻ വാങ്ങിയത് ഓരോ ആപ്പിൽ നല്ല കേട്ടോ, ചെറുപറാന്ന് അതിൽ നിന്നൊക്കെ നോക്കി. അങ്ങനെ എനിക്ക് സമയമില്ലായിരുന്നു. അപ്പം ചെറുപടാന്ന് നമുക്ക് എങ്ങനെയാണ് ഡെലിവറി അവൈലബിൾ അതനുസരിച്ച് ഞാൻ വാങ്ങുക കേട്ടോ ചെയ്തേ. ഒരുപാടൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു. അപ്പം നോക്കി ഒരുവിധം നല്ലതൊക്കെ നോക്കി ഞാൻ എടുത്തു. മാഷാ അല്ലാഹ്, കൈ കിട്ടിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ബ്ലൗസ് മാത്രമേ ഉള്ളൂ ഞാൻ തയ്പ്പിച്ചത്, ബാക്കി 2 ഞാൻ വാങ്ങിയത് ഓൺലൈൻ വഴിയാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. റെഡിമെയ്ഡ് ബ്ലൗസ് നിങ്ങളുടെ തരത്തിലും നമ്മുടെ ഇഷ്ടത്തിനും ഒക്കെ നമുക്ക് പല മോഡലിലും പല ഭാവത്തിലും പല രൂപത്തിലൊക്കെ ഇപ്പം കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ വെയർ ചെയ്യുന്ന രീതിയിലുള്ളതും ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് വിസിബിൾ ആയിട്ടുള്ളതും ഒരുപാട് എന്താ പറയുക മോഡൽ അങ്ങനെയൊന്നും എനിക്ക് വേണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് മതിയായിരുന്നു. അതനുസരിച്ചാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പല രൂപത്തിലും ഭാവത്തിലും മോഡലിലും ഒക്കെ ഇഷ്ടം പോലെ ബ്ലൗസുകൾ ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, മിന്ത്രയിലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരുപാടൊന്നും നോക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഡെലിവറിയുടെ ടൈം അനുസരിച്ച് എനിക്ക് വേണ്ടത് ഞാൻ നോക്കി പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. ഇപ്പം നമ്മളൊരു ബ്ലൗസ് പീസൊക്കെ എടുത്ത് ബുട്ടിക്കുകളിലൊക്കെ തയ്ക്കാൻ കൊടുത്ത് നല്ല റേറ്റ് ആവും. പക്ഷേ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഓൺലൈനിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട്, ഞാൻ പറഞ്ഞില്ല സമയമില്ലായിരുന്നു ഒരുപാട് നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ നോക്കിയത് വെച്ച് ഞാൻ ഇതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബേസിലാണ്, അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യം ഞാൻ വാങ്ങി കേട്ടോ. നമുക്ക് നല്ല ഡിസൈനർ ബ്ലൗസ് ഒക്കെ നന്നായി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ സ്ലീവ്ലെസ്സും നല്ല മോഡല് കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിലും എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല മോഡലിൽ നല്ല ഭംഗിയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറും ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടും ക്വാളിറ്റി വൈസ് നല്ലതായിട്ടൊക്കെ തന്നെ തോന്നുക. നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ കൊടുത്ത് പോയി മെനക്കെട്ട് അങ്ങനെയൊന്നും നടക്കാനൊന്നും സമയമില്ലാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ജ്വല്ലറി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെയർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഗോൾഡൊക്കെ ഞാൻ കുറേയൊക്കെ അങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സിൽവർ ജ്വല്ലറി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിൽവറാണ് കേട്ടോ വാങ്ങിയത്. അത് ഞാൻ വെയർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാവേ. ഇതാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ബ്ലൗസ്. ഇങ്ങനെ ബ്ലാക്ക് കളറാണ്, ഞാനാണ് കേട്ടോ. ബ്ലൗസിൻ്റെ കൈയൊക്കെ ഇവിടം വരാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു ലൈസൊക്കെ പോകുന്നുണ്ട്, ചെറിയ രീതിയിലൊരു ചെറിയ ലൈസൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീനക്കാണ് കേട്ടോ, വീനക്ക് പാറ്റേണിലാണേ. ബാക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്ലൗസിന് നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. ചിലർ പറയും ബ്ലൗസ് ഇട്ട് വരുമ്പം അങ്ങനെ കുറച്ച് കയറിയിരിക്കുന്ന ബ്ലൗസൊക്കെയാണ് നല്ലതെന്ന്. പക്ഷേ എനിക്ക് എപ്പോഴും ബ്ലൗസ് വെയർ ചെയ്യുമ്പോൾ കംഫർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ഇറക്കമുള്ള ബ്ലൗസൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അത് ഇടുമ്പോഴാണ് എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം എനിക്കിഷ്ടമായി കേട്ടോ. കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെയാണ്, നമ്മൾ അളവ് കൊടുത്ത് തയ്ച്ച പോലെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന സൈസ് 40, എനിക്ക് 40 വേണ്ടായിരുന്നു, 38 മതിയായിരുന്നു. ഞാൻ 40 ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം റിട്ടേൺ ഒന്നും അയക്കാൻ സമയമില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു സൈസ് അപ്പ് എടുത്തത്. ഇനിയിപ്പോൾ ചില മെറ്റീരിയൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഫിറ്റ് ആയിരിക്കത്തില്ലേ നല്ല രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതിയാൽ പിന്നെ റിട്ടേൺ അയച്ചിട്ട് പിന്നെ വരാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു സൈസ് അപ്പ് എടുത്ത്. ഇതാകുമ്പോൾ നമുക്ക് പൊടിക്കൊന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. വേറെ വലിയ വിഷയമൊന്നുമില്ല. കൈയും ഉടലും ഒന്നും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റാണ് കേട്ടോ.
നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ തയ്യലൊക്കെ ആണെങ്കിലും നല്ല ഇതുണ്ട്, നല്ല നമുക്ക് കറക്റ്റ് ഫിറ്റാണ്. അതാണ് ഇത് കണ്ടോ, ക്രേപ്പ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് വീനൊക്കെ വന്നിട്ട് ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ പോകുന്നുണ്ട്. കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ മേളിൽ നിന്ന് കോളർ മുതൽ താഴേക്ക് ഇങ്ങനെ വീനൊക്കെ ഫുള്ളും ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. വെയർ ചെയ്തിട്ടും നല്ല കറക്റ്റ് ഫിറ്റൊക്കെയാണ്. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ. 614 അത്രയും മറ്റാണേ. ബ്ലൗസ് വന്ന മെറൂൺ കളർ ബ്രൊക്കേഡ് മെറ്റീരിയലിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസാണേ. ഇതിങ്ങനെ ബാക്ക് ബട്ടൺ ആണ് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ പ്രിൻസസ് കട്ടൊക്കെ വന്നിട്ട് ഇതും കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. പിന്നെ സൈസ് 40 ആണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ ബോർഡിനൊക്കെ ആയിട്ട് വന്നിട്ട് പ്രിൻസസ് കട്ടാണ്. ഇതാണ്ടോ, ഇങ്ങനെ പ്രിൻസസ് കട്ടിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും ലൈനിങ് ഒക്കെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കോട്ടൺ ലൈനിങ് ഒക്കെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത്രയും കൈയാണ് കേട്ടോ വരുന്നത്. നല്ല ഇറക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ റെഡിമെയ്ഡ് തയ്ക്കണ പോലെ തന്നെ. നോക്കിക്കേ, ബാക്ക് ബട്ടൺ ആണ്, ബോർഡിനൊക്കെയാണ്. ഇത് ഞാൻ വെയർ ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേ. ഇതാണ് കേട്ടോ സെറ്റ് സാരി. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഞാൻ സിമ്പിളായിട്ടുള്ള സാരി എടുത്ത്, എനിക്ക് സിമ്പിളാണ് കേട്ടോ ഇഷ്ടം. ഒരുപാട് അങ്ങനെ അടച്ചതൊന്നും ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഇതിൻ്റെ മുന്താണിയാണ്, മുന്താണി എന്നല്ലേ പറയുന്നത്. അതിലിങ്ങനെ വന്നിട്ട് ഫ്ലവർ ഡിസൈൻ വന്നിട്ട് ചെറിയ രീതിയിൽ സ്ട്രൈപ്പ് പോകുന്നുണ്ട്. ഈ സ്ട്രൈപ്പ് ഈ മുന്താണിയിൽ മാത്രമേ ഉള്ളൂ സ്ട്രൈപ്പ് ഇത്രയും അധികം. പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ ഇടില്ലേ, ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഈ ഭാഗത്തും ഒരു സ്ട്രൈപ്പ് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്ലെയിൻ ആണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് 700 അത്രയും കണ്ടോ. കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല, ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ഒക്കെയാണ്. സാധാ സെറ്റ് സാരി ഇങ്ങനെ ഈ വീതിയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കസവിനൊക്കെ സാധാ ഒരു സിമ്പിൾ സാരി വെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമേ. ജസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഷേപ്പ് വെയർ ആണ് കേട്ടോ. ഇത് സാരിയുടെ അടിയിലൊക്കെ നല്ല ഷേപ്പായിട്ട് കിട്ടാനും, ഗൗണിൻ്റെ അടിയിലും പിന്നെ നമുക്ക് സ്കർട്ടിൻ്റെ അടിയിലൊക്കെ നല്ല ഷേപ്പായിട്ട് കിടക്കാൻ വേണ്ടി സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് ഡ്രസ് സ്കർട്ടിൻ്റെ ഒക്കെ പകരം നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷേപ്പ് വെയർ ആട്ടോ. ഇതിന് മുന്നേ ഇവരെ ഞാൻ ബ്ലാക്ക് വാങ്ങിയിട്ടുണ്ട്, അത് യൂസ് ആക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെ റിപ്പീറ്റ് വാങ്ങിയത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഒരു അബദ്ധം കാണിച്ചു. എനിക്ക് സ്കിൻ കളർ മതിയായിരുന്നു. ഞാൻ അറിയാതെ സ്കിന്നാണ് ഞാൻ എടുത്ത് നോക്കിയത്. പക്ഷെ ഓർഡർ ചെയ്തപ്പോൾ നൂഡിലായിരുന്നു കിടന്നത്. അങ്ങനെ എനിക്ക് നൂഡാട്ടോ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് റിട്ടേൺ അയക്കണം. ഞാൻ സെറ്റ് സാരിയുടെ കൂടെ വെയർ ചെയ്യാം, അല്ലാതെയും തന്നെ നമുക്കൊരു സ്കിൻ കളർ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വേറൊരു ബ്രാൻഡിൻ്റെ ബ്ലൂ ആണേ. അപ്പം അതുകൊണ്ട് ഞാനൊരു സ്കിൻ കളർ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിയത്. പക്ഷെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തപ്പം ഹറിബെറിയിൽ ഓർഡർ ചെയ്തപ്പം അറിയാതെ നൂഡായിപ്പോയി. അങ്ങനെ മാറിയാൽ കിട്ടിയത്. ഇപ്പം ഇനി ഞാൻ റിട്ടേൺ അയക്കാം, കാരണം നൂഡ് കൈ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, എല്ലാത്തിനും കൂടെ വെയർ ചെയ്യാൻ പറ്റത്തില്ല. സ്കിൻ കളർ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടെ വെയർ ചെയ്യാമല്ലോ. പിന്നെ ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത് റിട്ടേൺ അയച്ചിട്ട് ഞാൻ ആ കളർ എടുക്കുകയാണേ. അപ്പം ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് നല്ലൊരു മെറ്റീരിയലാണ്. നിങ്ങൾ ആരെങ്കിലും ഷേപ്പ് വെയർ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മെറ്റീരിയലും നെക്ഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. ഷേപ്പ് വെയർ ആയിട്ട് സാരിയുടെ അടിയിലും നല്ല ഷേപ്പിൽ നിൽക്കും, നല്ല കംഫർട്ട്. നമ്മൾ ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല, അതുപോലെ ഇത്തരം നെയ്യ് പോലത്തെ മെറ്റീരിയൽ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒതുക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ ഒതുങ്ങി കിട്ടത്തില്ലേ, അതുപോലത്തെ മെറ്റീരിയലാണ്. ഇതുണ്ടോ, നല്ലൊരു മെറ്റീരിയലാണ്. ഞാൻ ഇത് ഇവർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ. അണ്ടർ സ്കർട്ടിനൊക്കെ പകരം അങ്ങനെ നമുക്ക് ഊരിപ്പോവും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഷേപ്പ് വെയർ ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് കംഫർട്ടായിരിക്കുമോ, നമുക്ക് തെന്നിപ്പോവോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നമുക്കിരിക്കും. അണ്ടർ സ്കർട്ട് വെയർ ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ഈ കാണിച്ച പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ബ്ലൗസൊക്കെ പല തരത്തിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടവരുണ്ട് കയറി നോക്കിക്കോ, നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതെനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. പല തരത്തിൽ പല മോഡലിലൊക്കെ ഉണ്ട്, നിങ്ങൾ കയറി നോക്കുക കേട്ടോ. ഞാൻ വാങ്ങിയത് ഏതായാലും അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഷേപ്പ് വെയറിൻ്റെയും സാരിയുടെയും ബ്ലൗസിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഇതാണ് കേട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത സാരിയെ. എനിക്ക് നല്ല രീതി അത്യാവശ്യം വണ്ണം ഉണ്ടായിട്ട് പോലും നല്ല രീതി ഫ്ലീറ്റ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മുന്താണി. ഇതിന്റെ സ്ട്രൈപ്പ് വരുന്നത് ബാക്കി മുന്താണിക്കും പിന്നെ ഇവിടെ ഒരു പോർഷനിൽ മാത്രമുള്ള സ്ട്രൈപ്പ് കേട്ടോ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തത്. 700 എത്രയോ സംതിങ് ആണ്. ഇത് ഞാൻ തയ്ച്ച ബ്ലൗസ് ആണ് കേട്ടോ.
അതിൻ്റെ കൂടെ ഞാനിങ്ങനെ 1 ഫ്ലീറ്റ് ഇട്ടാണ് വെയർ ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾ മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫുൾ സ്ലീവ് ആകുമ്പോഴത്തേക്ക് അടിക്ക് കുത്തുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. പക്ഷെ വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ 1 ഫ്ലീറ്റ് ഇടുന്ന എനിക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നും. വണ്ണം ഉള്ളവർക്ക് ഇങ്ങനെ അടുക്കി കുത്തി ഇടുമ്പോൾ ഫുൾ സ്ലീവ് ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ അടുക്കി കുത്തി ഇടുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കരമായിട്ട് ഒന്നുകൂടെ വണ്ണമുള്ള പോലെ തോന്നാറുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ 1 ഫ്ലീറ്റ് ഇട്ടാണ് ഇത് വെയർ ചെയ്തത്. ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആട്ടോ. ഇങ്ങനെയൊക്കെ വെയർ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ അങ്ങ് ചെയ്യാം, കുഴപ്പമില്ല. നല്ലൊരു സാരിയാണ്, പ്യുവർ കോട്ടൺ ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ മിന്ത്ര ഹോളിൽ കാണിച്ച ഇയറിങ്സ് ആട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഈ മാല വന്ന് ഇൻവിസിബിൾ ജ്വല്ലറി കളക്ഷനിൽ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ഇതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്ന കേട്ടോ. നെക്സ്റ്റ് തന്നെ ഇൻവിസിബിൾ ജ്വല്ലറി കളക്ഷൻ്റെ വീഡിയോ വരുന്നതാണ്. ആ കൂടെ എടുത്ത നെക്ക് ചെയിൻ ആണ് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് ഇതുപോലെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. ഇനി സെക്കൻഡ് ലുക്ക് കാണാം. ഇതാണ് കേട്ടോ എൻ്റെ ഓണത്തിന്റെ സെക്കൻഡ് ലുക്ക്. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് എടുത്ത ബ്ലൗസേ. നല്ല പെർഫെക്റ്റ് ഫിറ്റ് ഒക്കെയാണ്. ഇത് കണ്ടോ, നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡ് നെക്കാണ്, ബാക്കാണ് ബട്ടൺ വരുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ജ്വല്ലറി സെറ്റ്. ഇതിന്റെ ഹോള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നല്ല അയക്കാട്ട് എടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് ഈ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മുടെ തേർഡ് ലുക്ക് കാണാം. ഓണത്തിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഫംഗ്ഷൻ, കോളേജിലാണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ച് പെട്ടെന്നൊരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബേസ് മേക്കപ്പ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, ഒന്നും തന്നെ ഇട്ടിട്ടില്ല. കോമ്പാക്ട് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്ന ഐയും ലിപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ചടപടാന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഞാനൊരു സ്മോക്കി ആയി ചെയ്യാവുന്നതാണ് ഓർക്കുന്നത് കേട്ടോ. അതിനായിട്ട് ബേസ് ആയിട്ട് ഐ ഷാഡോയ്ക്ക് ഞാൻ എടുത്തേക്കുന്നത് വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ഈ പാലറ്റാണ് കേട്ടോ. ഈ ഷെയ്ഡ് കൊണ്ട് ചുമ്മാ ഒന്ന് ബേസ് മേക്കപ്പ് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ വെച്ച് സ്മോക്കി ചെയ്തെടുക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ബേസ് ആയിട്ട് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കാജൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് മേളൊന്ന് സ്മഡ്ജ് ചെയ്യാണേ. സ്മോക്കി ആയിട്ട് ജസ്റ്റ് കാജൽ ഇട്ടിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. കാജൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഐലൈനറും കൂടെ എഴുതാം. ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ലിപ്പും കൂടെ ലിപ്സ്റ്റിക്കും കൂടെ ഇടുന്നുള്ളൂ, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതാണ് സിമ്പിൾ ലുക്കായിട്ടാണ് ഇത് ഞാൻ ചെയ്യണത്. ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് തുടക്കട്ടെ. മാർസിൻ്റെ ക്യാൻഡിലസ് എന്ന് പറഞ്ഞൊരു ലിപ് ബാമാണേ. അത് വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലിങ്കിന്റെ ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണേ. അത് വെച്ചൊന്ന് ഉള്ളിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത്ര മതിയെന്ന് ഓർത്തപ്പോൾ കണ്ണൊരു ചത്തലൊക്കെ ഉള്ളിലും കൂടെ ഞാൻ കാജലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. കുമ്പറം ഒന്ന് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ജീവൻ വെച്ചിട്ടുണ്ട് കണ്ണിന്. ഇനിയിപ്പം വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാസ്റ്റർ ക്രോം എന്ന് പറഞ്ഞ വെബ്ലിൻ്റെ ഹൈലൈറ്ററാണ്. ഇതെൻ്റെ പൊട്ടിപ്പോയി, പക്ഷെ നല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതിയാകും കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് സാധനമാണ്. ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിനൊക്കെ നല്ലൊരു സാധനം കേട്ടോ. ഹൈലൈറ്റർ പോർഷന് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല പിഗ്മെൻറ്റഡ്, ചെറുതായിട്ട് എടുത്താൽ മതി.
ഡസ്കി ഡീപ്പ് ഡാർക്ക് സ്കിൻ ടോണിനൊക്കെ നല്ലൊരു ഹൈലൈറ്റർ കേട്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഇനി ഓർണമെൻറ്റ്സും കൂടി ഇട്ട് സെറ്റായാൽ മതി. ഓർണമെൻറ്റ്സിന് വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ നെക്ക് ചെയിനും ജിമുക്കിയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വേറെ ആർക്കൊക്കെ കൊടുത്തുപോയി. ഇതാണ് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിയ സെക്കൻഡ് ബ്ലൗസ്. ഈ ബ്ലൗസിൽ ഇങ്ങനെ ഒരു ലുക്കാണ് ബ്ലാക്ക് സെറ്റ് വെയർ ചെയ്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ്. ഇതാണ് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിയ നെക്ലേസ്. ഈ നെക്ലേസും ജിമുക്കും കൂടെ സെറ്റ് ആയിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്ത്. പിന്നെ ഞാൻ മെറ്റലിൻ്റെ ബാംഗിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സിൽവർ വാച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണാം. നിങ്ങൾ കോളേജിലേക്ക് ഫംഗ്ഷനാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ വെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു എൻ്റെ കയ്യിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്കർട്ടിൻ്റെ ഒക്കെ കൂടി ജീൻസിൻ്റെ ഒക്കെ കൂടി ഇടുന്ന ചെറിയ ക്രോപ്പ് ടോപ്സ് ഉണ്ടെങ്കിൽ, ഇറക്കം കുറഞ്ഞ് ഇത്രയൊക്കെ ഇറക്കമുള്ള ക്രോപ്പ് ടോപ്സ് മിഡിയുടെ ഒക്കെ കൂടി ഇടുന്നതുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അങ്ങനെ കോളേജിലോ ഓഫീസിലോ അല്ലാത്ത ഫംഗ്ഷനൊക്കെ നമുക്ക് ഓണം ഇങ്ങനെ ഒരു വെറൈറ്റി ലുക്ക് പിടിച്ച് പോവുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സെറ്റ് മുണ്ട് തന്നെയാണ് ഇങ്ങനെ ആക്കി വെയർ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ആക്കി വെയർ ചെയ്തേക്കുന്നത്. അടുത്ത എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എല്ലാ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ വെയർ ചെയ്തുകൊണ്ട് പോകാം. പിന്നെ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലൊരു ഷർട്ട് ഉണ്ടാവും. ഇതെൻ്റെ ഒരു ഷ്രഗാണ് കേട്ടോ. അപ്പം ഷർട്ടായിട്ട് വെയർ ചെയ്യാം, നമുക്ക് ഇൻ ഷർട്ടായിട്ട് വെയർ ചെയ്യാം. അങ്ങനെ വെയർ ചെയ്യുന്ന ഒരു ഷർട്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, കോളേജിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ കയ്യിൽ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട്, അപ്പം ഞാൻ സെറ്റ് മുണ്ട് വെച്ചാണ് വെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സാരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെങ്കിൽ അതനുസരിച്ച് വെയർ ചെയ്യാം കേട്ടോ. അപ്പം അതും ഞാൻ നേരത്തെ കാണിച്ച ക്രോപ്പ് ടോപ്പൊക്കെ വെയർ ചെയ്ത പോലെ ഇതുപോലെ ഉള്ള ഷർട്ട്സ് ജീൻസിൻ്റെയോ അല്ലാതെയോ, കോളേജിലൊക്കെ പോകുന്ന കുട്ടികളുടെ കയ്യിലാണെങ്കിൽ ക്രോപ്പ് ടോപ്പും ഷർട്ട്സും ഒക്കെ കാണുമല്ലോ നമ്മൾ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ വെച്ച് ഇതുപോലെ നമുക്ക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ബ്ലൗസും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. ഇത് ഞാൻ നേരത്തെ ക്രോപ്പ് ടോപ്പ് ഇട്ട് വെയർ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ വെയർ ചെയ്തേക്കുന്നത്. ഞാനിപ്പം ഇത് സെറ്റ് മുണ്ട് വെച്ചാണ് വെയർ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഈ സാരി ആണുള്ളതെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം കേട്ടോ. ഏത് രീതി അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഫ്രണ്ടിലോട്ട് ഇടണോ അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇട്ട് സാരി പോലെ വെയർ ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാനൊരു മോഡൽ ചുമ്മാ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇത് വേണ്ട, ഇങ്ങനെ സാരി പോലെ തന്നെ വെയർ ചെയ്യണമെങ്കിൽ ബാക്കിലോട്ടിട്ട് സാരി പോലെ തന്നെ അങ്ങനെ വെയർ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാനിവിടെ സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. എൻ്റെ നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. സെയിം ചുറ്റുമുണ്ട് വെച്ച് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടാണ് ഇത് വെയർ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പോണ ടീനേജ് കുട്ടികളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ട് ഇങ്ങനെയും നമുക്ക് ഓണത്തിന് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ സാരി പോലെ വെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഫ്രണ്ടിലോട്ടിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതും നല്ലൊരു ലുക്കാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് വെയർ ചെയ്യാം, ഇല്ലെങ്കിലും നല്ലൊരു ലുക്കാണ് കേട്ടോ തരുന്നത്. ഇതുപോലൊരു വലിയൊരു ഇയറിങ്സ് മാത്രം ഇട്ടാൽ മതി, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഓർണമെന്റ്സ് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റേറ്റ്മെന്റ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഈ നെക്കൊന്ന് ഇച്ചിരി ഇങ്ങനെ വലിയ നീളമൊക്കെ ഉള്ള ഇതില്ലേ, അങ്ങനെയുള്ളത് ഇട്ട് ഒരു ചെയിൻ പോലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ പല പല മോഡലുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുപോലുള്ളൊരു ഡബിൾ ലെയർ മാലയോ അങ്ങനെയൊക്കെ ഇട്ട് വേണമെങ്കിൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ അക്സസറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ചിലപ്പം അങ്ങനെ വെയർ ചെയ്യുമ്പോഴത്തേക്കും മാല മാത്രം ഇട്ടാൽ മതിയാവും. കമ്മലിട്ടില്ലെങ്കിലും നല്ലൊരു ലുക്കാണ് കേട്ടോ തരുന്നത്. അല്ലെങ്കിൽ വലിയൊരു ഇയറിങ്സ് ഇട്ടാൽ മതിയാവും. അല്ലെങ്കിൽ രണ്ടും കൂടെ ഇത് സിമ്പിളാക്കിക്കൊണ്ട് ഒരു വലിയൊരു നെക്ക് പീസ് ഇട്ടാലും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഓണത്തിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലുക്ക് നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു നെക്ക് പീസാണ് കേട്ടോ ഇത്. ചുമ്മാ ഒന്ന് വെയർ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇത് കണ്ട, ഇത് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ ലോങ് ആയിട്ടുള്ള ചെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു എൻ്റെ കയ്യിലുള്ളൊരു ഇയറിങ്സ് ആയിരുന്നു, അത് ചുമ്മാ ഇങ്ങനെ വെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ.
അപ്പം നെക്ക് ഇയറിങ്സ് മാത്രമായിട്ട് നെക്ക് പീസ് ഇല്ലാതെ വെയർ ചെയ്യാം, ഇയറിങ്സ് ഇടാതെ നെക്ക് പീസ് ഇട്ട് വെയർ ചെയ്യാം. ഇനി രണ്ടും വേണമെന്നുള്ളവർക്ക് നെക്ക് പീസ് സിമ്പിളാക്കിക്കൊണ്ട് വലിയ ഇയറിങ്സ് ഇടാം, അല്ലെങ്കിൽ ചെറിയ ഇയറിങ്സ് ഇട്ടുകൊണ്ട് ഒരു നല്ലൊരു വലിയ നെക്ക് പീസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുവേ. ഇന്ന് ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെയും, അതായത് സാരിയുടെയും ബ്ലൗസിൻ്റെയും ഷേപ്പ് വെയറിൻ്റെയും പിന്നെ നേരത്തെ വെയർ ചെയ്ത ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പം ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ടും നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് കൊണ്ട് എങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ കാണിച്ചത്. പിന്നെ സിമ്പിളായിട്ടൊരു ഓണത്തിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിച്ചത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പിൽ ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.